നമ്മുടെ മാലിന്യം എന്ന് പറയുന്ന വിഷയങ്ങളും നന്ദി എന്ന് പറയുന്ന ഒരു വിഷയവും, ഉം. ഒരാളോട് നന്ദി വാക്ക് പറയുക എന്നത് കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് പോയി കഴിഞ്ഞാൽ എന്ത് സംസാരിച്ചാലും ഒരു താങ്ക്സ് അതെ, പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും. നമ്മുടെ കേരളത്തിൽ എത്രത്തോളം മലയാളീസ് താങ്ക്സ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് പറയാം. ഞാൻ ഒരു വർഷത്തോളം ആഫ്രിക്കയിലുണ്ടായിരുന്നു. ആഫ്രിക്കയിൽ കുറേ കൺട്രീസിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ ഞാൻ തൻസാനിയയിൽ വെച്ചിട്ട് ദാർസലാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മലയാളിയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അവരുടെ സർവൻസ് മുഴുവൻ, ജോലിക്കാർ മുഴുവനും ആഫ്രിക്കൻസാണ്. അപ്പോൾ ഞാൻ ചെന്നോടെ തന്നെ ഈ ജോലിക്കാരൊക്കെ എന്നെ ഭയങ്കര ഹൃദ്യമായിട്ട് സ്വീകരിക്കുന്നു, ഭയങ്കരമായിട്ട് സന്തോഷത്തോടുകൂടി സംസാരിക്കുന്നു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിലൊരു ജോലിക്കാരൻ എൻ്റെ മുഖത്തേ നോക്കണില്ല, ഭയങ്കര എന്തോ ഒരു ദേഷ്യം പോലെ എന്നോട്. അപ്പൊ എനിക്കിത് എന്താ ഇവൻ എന്നോട് ഇങ്ങനെ ദേഷ്യം എന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഷാജി എന്നാണ് പുള്ളിയുടെ പേര്. അവന് ഷാജി ഏട്ടാ, എന്താ ഈ പുള്ളിക്ക് എന്നോട് ഇത്ര ദേഷ്യം, എന്താ പുള്ളി വന്നപ്പോ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്ന ആള് ഇപ്പൊ എന്താ എന്നോട് മിണ്ടാത്തതെന്ന്. അപ്പൊ പുള്ളി പറഞ്ഞു, അത് സജിനെ കുറിച്ച് പുള്ളി ഒരു പരാതി പറഞ്ഞു, വേറൊന്നുമല്ല, സജിക്ക് എന്ത് ചെയ്തു കൊടുത്താലും സജി താങ്ക് യു പറയണില്ല എന്ന്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ നമ്മുടെ വീട്ടിൽ ആരോടും താങ്ക് യു പറയുന്ന ഒരു ശീലം നമുക്കില്ലല്ലോ. ഭക്ഷണം വിളമ്പി തരുന്നവർക്കും നമുക്ക് വേണ്ടി എന്ത് ചെയ്തു തരുന്നവരോടും അത് നമ്മളെന്തോ അങ്ങനെ പറയാറില്ല. അത് നമ്മുടെ ഒരു ശീലമാണ്. കുറ്റമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം, അത് ശരിയായില്ല എന്ന് പറയാൻ ഭയങ്കര ആവേശമാണ്. അപ്പോ അവിടെയാണ് ഞാൻ നമുക്കുള്ള ഒരു പോരായ്മ മനസ്സിലാവുന്നത്. അത് ഞാൻ പിന്നെ അവനോട് ക്ഷമ ചോദിച്ചിട്ട് അവനോട് താങ്ക് യു പറഞ്ഞു. അപ്പോ ഞങ്ങൾ തമ്മിൽ ഒരു ചർച്ചയിലിരിക്കുമ്പോൾ പറയുന്നു, മലയാളികൾക്ക് പൊതുവെ താങ്ക് യു പറയുന്ന ശീലമില്ല. അപ്പോ ഒരു ചെറിയ താങ്ക് യു ഒരാളെ എന്തുമാത്രം സന്തോഷിപ്പിക്കുന്നുണ്ടെന്നാണ് നമ്മൾ ഓർക്കുന്ന പോലുമില്ല. ഈ ഒരു അനുഭവത്തിന് ശേഷം താങ്ക് യു പറയാന്നുള്ളത് എൻ്റെ ഒരു ശീലമായിട്ട് മാറി. അതായത് അതൊരു ഉപരിതലത്തിൽ നിന്നല്ല, ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടിയിട്ട് നമ്മൾ താങ്ക് യു പറയുന്ന ശീലം. ഇപ്പൊ ഈ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ വീട്ടിൽ സൊമാറ്റോ ഫുഡ് ഡെലിവറി ഉണ്ടല്ലോ, ആ ഫുഡ് ഡെലിവറി ആയിട്ട് ഒരു പെൺകുട്ടി കയറി വന്നു. എൻ്റെ മോളുടെ പ്രായമുള്ളൂ. അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ അത് വാങ്ങിച്ചിട്ട് താങ്ക് യു, വളരെ സത്യസന്ധമായിട്ട് താങ്ക് യു പറഞ്ഞു. ആ കുട്ടി ഇങ്ങനെ ഒന്ന് എന്നെ നോക്കിയിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന്. കാരണം താങ്ക് യു എന്ന് കേട്ടിട്ട് അതിന് ശീലമില്ല. തീർച്ചയായിട്ടും. കാരണം നമ്മളുടെ വിചാരം എന്താ അറിയോ, നമ്മൾ പൈസ കൊടുത്ത് ഫുഡ് വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ എന്തിനാ താങ്ക് യു പറയണേ? നമ്മളൊരു വെയിറ്റർ ഫുഡ് ഡെലിവറി ചെയ്താൽ നമ്മൾ താങ്ക് യു പറയില്ല. ഞാൻ പൈസ കൊടുത്തിട്ട് ഇവിടെ ഇരിക്കണം, ഞാൻ അതിനെ താങ്ക് യു പറയണം. ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറെ കോൺസെപ്റ്റ്സ് ആണ്. പിന്നെ നമുക്ക് വേറെ ധാരണ ഉണ്ട്, താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു അകൽച്ചയാണ് അടുത്ത ആൾക്കാർ തമ്മിൽ. സത്യത്തില് നമ്മളുടെ ഒരു നന്ദി പ്രകടനം തന്നെയാണ് ഈ താങ്ക് യു, അല്ലെ? ശരിയല്ലേ? തീർച്ചയായിട്ടും. അത് പറയേണ്ട വാക്കാണ്. ചില ആൾക്കാർക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. മാത്രമല്ല, നമ്മളെക്കാൾ ഉയർന്ന ആൾക്കാരോട് ചിലപ്പോൾ നമ്മൾ താങ്ക് യു പറയും. നമ്മളെക്കാളും ഒരല്പം താഴ്ന്ന ലെവലിൽ നിൽക്കണം നമുക്ക് തോന്നുന്ന ആൾക്കാരെ നമ്മൾ ആ കാര്യത്തിൽ ഗൗനിക്കുക പോലും ഇല്ല. ഒരു താങ്ക് യു ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ ഭയങ്കരമായിരിക്കും. ഇത് നമ്മുടെ ഒരു പൊതു സ്വഭാവമാണ്. താങ്ക് യു നോ മെൻഷൻ എന്ന് പറയുന്നതിനേക്കാൾ നല്ല താങ്ക്സ് തന്നെ അങ്ങോട്ട് പറയുന്നത്. അതെ, പിന്നല്ലാതെ. തീർച്ചയായിട്ടും. താങ്ക് യു പറയാൻ മടിയാണ്, സോറി പറയാൻ മടിയാണ്. നമുക്ക് സോറി പറയാൻ പറയും. ഇപ്പൊ നമുക്ക് അച്ഛനോടോ അമ്മയോടോ നമ്മുടെ സഹോദരങ്ങളോടോ അവരോടൊക്കെ നമ്മൾ ഒരിക്കലും നമ്മൾ സോറി പറയില്ല. ചിലപ്പോ റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു അപരിചിതന്റെ ദേഹത്ത് തട്ടിയാൽ നമ്മൾ സോറി പറയും. പക്ഷെ നമ്മൾ സോറി പറയേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മുടെ അമ്മേനെ വേദനിപ്പിക്കുമ്പോഴോ അച്ഛനെ വേദനിപ്പിക്കുമ്പോഴോ സഹോദരനെ വേദനിപ്പിക്കുമ്പോഴോ ചിലപ്പോൾ ഒരു സോറിയിൽ അവന്റെ വേദന നമുക്ക് എടുക്കാൻ പറ്റും. ആത്മാർത്ഥമായിട്ട് നമ്മൾ പറയുന്ന സോറിക്ക് ആ വേദന നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ എവിടെയോ നമ്മളുടെ ഈഗോ അവിടെ സോറി പറയാൻ സമ്മതിക്കില്ല. ഒരു സോറിയിൽ തീരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. തീർച്ചയായിട്ടും. ആത്മാർത്ഥമായിട്ട് ഒരു സോറി പറഞ്ഞാൽ തീരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. പക്ഷെ പറയാൻ നമ്മുടെ ഈഗോ സമ്മതിക്കുന്നില്ല. ഞാൻ എപ്പോഴും ആലോചിക്കും, നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ലൈഫിനേക്കാൾ ഇമ്പോർട്ടൻസ് നമ്മുടെ ഈഗോന് കൊടുക്കുന്നത്? ഇതാണ് മലയാളിയുടെ രണ്ടാമത്തെ സ്വഭാവം ഞാൻ എന്റെ നിരീക്ഷണത്തിൽ കാണുന്നത്. മൂന്നാമത് ഞാൻ കാണുന്നത്, ഇതുപോലെ ഞാനൊരു ആഫ്രിക്കക്കാരന്റെ വീട്ടിൽ താമസിച്ചു. അപ്പൊ ആഫ്രിക്കക്കാരന്റെ വീട്ടിൽ താമസിച്ചപ്പോൾ കാണുന്ന സീൻ എന്താ വെച്ചാൽ, ഇവൻ രാവിലെ ഓഫീസിൽ പോണത് ഭാര്യനെ കെട്ടിപ്പിടിക്കുന്നു, മക്കളെ കെട്ടിപ്പിടിക്കുന്നു, കുറെ ഉമ്മ കൊടുക്കുന്നു. അപ്പൊ ഇവൻ ഈ വൈകുന്നേരം ഓഫീസിൽ നിന്ന് തിരിച്ചു വരണവനാണ് ഈ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ സ്നേഹപ്രകടനം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത്, ഇവന് 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരാൻ പോണത്, ഭാര്യയും മക്കളും ഇനി എന്റെ കഴുത്തിലാവോ? അപ്പൊ എനിക്കത് മനസ്സിലാവില്ല. കാരണം ഒരു ഓഫീസിൽ പോകുന്ന ഒരാൾ ഇത്രയധികം എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യം എന്താണ് സ്നേഹം? അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ അവനോട് ഇതിങ്ങനെ കണ്ട് എനിക്ക് എല്ലാ ദിവസവും കാണുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ചോദിച്ചു അവനോട്, ഐ വിഷ് ഐ ക്യാൻ ഡു ദിസ് എന്ന്. അപ്പൊ അവൻ പറഞ്ഞു, ഡോണ്ട് വിഷ്, യു ഡിസൈഡ് എന്ന്. നീ തീരുമാനിക്കും ഇങ്ങനെ ചെയ്യണം. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ നമ്മുടെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവം, ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവം, നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാറില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? ഉള്ളിൽ എത്ര സ്നേഹം ഉണ്ടെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കണ്ടേ? നമ്മുടെ മക്കളുടെ അടുത്ത്, നമ്മുടെ അച്ഛൻ്റെ അടുത്ത്, അമ്മയുടെ അടുത്ത്, നമ്മുടെ ജീവിത പങ്കാളിയുടെ അടുത്ത്.
നമുക്ക് എന്തുകൊണ്ടൊന്ന് ഒന്ന് ആലിംഗനം ചെയ്തുകൊണ്ട് അതിനൊക്കെ എന്തുമാത്രം എന്താ പറയാ സൈക്കോളജിക്കൽ എഫക്ട്, എന്തുമാത്രം ഹീലിംഗ് നടക്കുന്നുണ്ട്, എന്തുമാത്രം സ്ട്രെസ് നമുക്ക് എടുക്കാൻ പറ്റും. യെസ്. ശരിയല്ലേ? കറക്റ്റ് അല്ലേ സ്വർണ്ണം? സത്യസന്ധമായിട്ടുള്ള നമ്മുടെ കുടുംബത്തിനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട്, നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഒരു ആലിംഗനം. അതെ. ഇതൊക്കെ ഇത്തരം പ്രകടനങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതും നമ്മൾ ചെയ്യേണ്ടതും ഒക്കെയാണ്. പക്ഷെ എവിടെയൊക്കെയോ ഉള്ളിലുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഒരുപാട് മാറി തുടങ്ങി. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴും മാറാണ്ട് ആ പഴയ കോൺസെപ്റ്റിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. സ്നേഹം ഉള്ളിൽ ഒതുക്കേണ്ട മാത്രമല്ല, സ്നേഹം പ്രകടിപ്പിക്കണം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ യാത്രകളിലൂടെ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് ശരിക്കും. തീർച്ചയായിട്ടും കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാം, എനിക്ക് ഭയങ്കര അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, ഞാനിപ്പോഴും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉമ്മ കൊടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് പോരും. വെരി ഗുഡ്, വെരി ഗുഡ്. ഈ ഡോപ്പോമിൻ എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ലക്ഷങ്ങള് മരുന്ന് വാങ്ങിച്ചിട്ടാണ് പലരും അത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ടെക്നിക്കുകളാണ് ഇത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുവരെ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇദ്ദേഹം ഈ ഒരു വാക്കുകൾ ഒന്ന് വീട്ടിൽ പോയിട്ട് അച്ഛനമ്മേനെ വീട്ടിൽ അപ്പൊ അതുകൊണ്ട് ഇത് കേട്ടിട്ടുള്ള ആൾക്കാർ ഇന്ന് മുതൽ നേരെ വീട്ടിൽ പോവുക, അച്ഛനെ അമ്മേനെ ഒന്ന് കെട്ടിപ്പിടിക്കുക, അവരൊക്കെ അവളുടെ ഒരു ഉമ്മ കൊടുക്കുക. താങ്ക് യു.